എന്തൊരു ആർത്തിയാന്ന് നോക്കിയേ. നിലാവിന്റെ സ്നേഹമാണ് ചോദിക്കണേ. നിലാവ് എവിടെ വരെ ഉണ്ടാവുന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതിനൊക്കെ മാഷ് മറുപടി പറയും. അപ്പൊ നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. നമ്മള് മധുരം മലയാളം എന്ന സെക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സെക്ഷന്റെ അധ്യക്ഷൻ ഈ ജിനൻ മാഷ്, അതുപോലെ കവിശികയുടെ എല്ലാ ക്യാമ്പിനും അതുപോലെ എല്ലാ പരിപാടിക്കും സജീവ നിറസാന്നിധ്യമായിട്ട് നമ്മളോട് കൂടി നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജയകുമാർ മാഷ്, കവിയും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗവും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നന്ദി പ്രകാശിപ്പിക്കാൻ റാലിമ ചേച്ചിയാണ്. റാലിമ ചേച്ചിയെയും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്ത അധ്യക്ഷൻ ഈ ജിനമാഷിനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, മധുരം മലയാളം ആണ്. അധികം വർത്തമാനം പറയാനായിട്ട് മധുരം എനിക്കില്ല. എന്തായാലും നല്ല മധുരമുള്ള വരികളിൽ, മധുരമായ ഇണത്തിൽ, മധുരമായ ആലാപനത്തിൽ ഒരു കവിത നമ്മൾ ആസ്വദിച്ചിരിക്കുകയാണ്. അതാണ് മധുരം എന്ന് പറയുന്നത്. മലയാളത്തിലെ മധുരം നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചിരിക്കുകയാണ്. ജയകുമാർ ചങ്ങാൻ്റെ വരികളിൽ കൂടെ നമ്മൾ കേട്ടു. എന്തായാലും ഞാൻ ഒരുപാട് കവിതകൾ, പാട്ടും മലയാളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പം മുളന്തണ്ടെന്ന് ഞാൻ വരികൾ കേട്ടു. ഇങ്ങനെ മുളന്തണ്ടിൻ്റെ ഒരു വരി കേട്ടപ്പോൾ ഞാനൊരു കവിത മുളന്തണ്ടിൻ മനസ്സിലൂടെ മൂളി വരും തെന്നൽ പോലെ പണ്ടു നമ്മളറിയാതെ ചുണ്ടനക്കിയ മലയാളം എന്നൊരു വരി അതിനുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ മലയാളം കേട്ടു ഞാൻ എന്ത് ചെയ്യേണ്ട അറിയില്ല. ഇങ്ങനെ പിടിച്ചു ഞാൻ പിന്നെ സ്പീഡ് പതുക്കെ പറഞ്ഞു നോക്കാം. ഒരു ശീലമാണ് മലയാളം, മാതൃഭാഷ, ശ്രേഷ്ഠ മലയാളം എന്നൊക്കെ പറയുക. എന്നിട്ട് ഞാൻ കാറിടിച്ച് എൻ്റെ കാല് തെറിപ്പിച്ച് ഞാൻ റോഡിൽ വീണ് കിടക്കുമ്പോഴാണ് മാതൃഭാഷയുടെ ശ്രേഷ്ഠമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വെള്ളമെന്ന് ഞാൻ പെട്ടെന്ന് ഒരച്ച നാട്ടിലൊരു ഓട്ടോറിക്ഷ വന്ന് എനിക്ക് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി. അപ്പോൾ എൻ്റെ മാതൃഭാഷയുടെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കാറിടിച്ച് കിടന്ന ആ സമയത്താണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. പിന്നെ മലയാളം എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. പക്ഷെ ഒരാൾ മാതൃഭാഷ പലതായിരിക്കും. അവരുടെ അമ്മയുടെ ഭാഷയാണ്, അമ്മ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറഞ്ഞാലും അത് ശരിയല്ല. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി ഇടപഴകുന്ന സഹകാരകത്തിൽ അവർ ചെയ്യുന്ന അവിടുത്തെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. എൻ്റെ പേരമകള് അവളുടെ അമ്മ ഭാഷ കന്നഡയാണ്. പക്ഷെ അവൾ മധുരമായിട്ട് മലയാളം പറയും. പക്ഷെ അവളുടെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷെ എനിക്ക് എൻ്റെ പേരമക്കളോട് ചാറ്റ് ചെയ്യുമ്പോൾ അവിടെ കൊഞ്ചലാണ് എൻ്റെ മധുരമായ മലയാളം. എൻ്റെ അനുഭവമാണ്. ഒരു ചെറിയ കവിത, ഞാൻ പാട്ട്, എൻ്റെ കുറേ പാട്ടുകളുണ്ടെങ്കിലും അത് ചൊല്ലാം. അമ്മ വന്ന് കൊഞ്ചിയപ്പോൾ അന്നു കേട്ട മലയാളം പണ്ടു നമ്മളറിയാതെ ചുണ്ടനക്കിയ മലയാളം. അമ്മ വന്ന് കൊഞ്ചിയപ്പോൾ അന്നു കേട്ട മലയാളം പണ്ടു നമ്മളറിയാതെ ചുണ്ടനക്കിയ മലയാളം. തേൻ
തേന്മധുരം തൊട്ട നേരം നാവറിഞ്ഞ മലയാളം മേലുരഞ്ഞു നേറിയപ്പോൾ നോവറിഞ്ഞ മലയാളം കാതിനോരം കണ്ണിനോരം വന്നുണർന്ന കൗതുകങ്ങൾ നല്ല വാക്കിലോതിടുവാൻ ചൊല്ലു തന്ന മലയാളം കാരമുൾപ്പടർപ്പു നീക്കി ആറ്റിറമ്പിൽ ചെന്ന നേരം ചോരയക്ഷരങ്ങൾ കാലിൽ കോറിയിട്ട മലയാളം പാടവരമ്പത്തുകൂടെ രാവുലിഞ്ഞു വന്ന നേരം ചാരുമിന്നാമിന്നുകളെ ചെറിയിട്ട മലയാളം വേലവിയർപ്പാറും മുൻപേ കൂലി വാങ്ങി കൂര കേറാൻ മേലെയുള്ളവർക്കു നേരെ വാക്കുരച്ച മലയാളം. പിന്നെ കുറെ വരിയുണ്ട്. താമര പൂങ്കാവനത്തിൽ താമസിച്ച മലയാളം. നാട്ടുമാമ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിറങ്ങിപ്പോയതാണോ കാട്ടുകോഴി നീ അറിഞ്ഞു. നാട്ടുമാമ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിറങ്ങിപ്പോയതാണോ കാട്ടുകോഴി നീ അറിഞ്ഞു. കാട്ടുകോഴി നീ അറിഞ്ഞു. മലയാളം ഇങ്ങനെ നാടിറങ്ങിപ്പോകുന്നു എന്നുള്ളൊരു ആശങ്കയാണ് നമുക്കുള്ളത്. മലയാളത്തെ പിടിച്ചെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഭാഷ നമ്മൾ കൈവിട്ടു പോകുന്ന ഭാഷയെ തിരിച്ചു പിടിക്കലും കൂടിയാണ് ഒരു തലമുറ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളം അങ്ങനെ മധുരമായിട്ട് മലയാളത്തിൽ വരികൾ എഴുതുന്ന ചെമ്മനാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികളൊക്കെ ആസ്വദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയേണ്ടതില്ല. അദ്ദേഹമാണ് മധുരമായിട്ട് ഈ മലയാളത്തിലെ കുറേ പാട്ടുകളൊക്കെ ആസ്വദിപ്പിക്കുന്നത്. മലയാളത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് നമ്മൾ കൂടെ നിർത്തുന്നില്ല? നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ മലയാളമല്ല പറയുന്നത് എന്നുള്ള സങ്കടത്തോടു കൂടിയാണ് ഞാൻ നമ്മളെ കൂടി ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മധുരമായ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് ആർക്ക് ജയരാം ചെമ്പങ്ങനോട് ഞാൻ വിളിച്ച് ഏൽപ്പിക്കുക. എൻ്റെ മൈക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ബാക്കി അദ്ദേഹം